മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? എല്ലാവർക്കും സുഖമല്ലേ? മക്കളിക്ക് സുഖം കേട്ടോ. ഇന്നത്തെ മക്കളുടെ വിശേഷമേ ഇതിന്റെ എല്ലാം എടുക്കാമെന്നൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞു. എല്ലാം എടുത്താലും ഒരു സാധനം മാത്രം ഞാനത് അങ്ങനെ നിർത്തിയിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അതിന് വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ എന്നാൽ എന്തോ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പൊ എല്ലാ വർഷവും ഞാനത് പഴുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. ഇലയെടുക്കാം, കായെടുക്കാം, പഴമെടുക്കാം, എല്ലാം എടുക്കാമെന്ന്. അപ്പൊ ഇന്ന് ആ പഴവും കായുമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് എന്തിന്റെ കായാണ് എന്താണെന്ന് നോക്കാം. വാ മക്കളെ വീഡിയോയിലേക്ക്. നേരത്തെ ഒരു വീഡിയോയിൽ ഈ ചുക്കുടി ചീരയെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ന് അതിന്റെ കാ കാണിക്കാൻ ഞാന്. പഴുത്തത് നല്ലതാ തിന്നാൻ കേട്ടോ. ഷുഗർ പേഷ്യന്റിനും വായില് ഞൊണലുള്ളവർക്കും വയറിന് എന്തെങ്കിലും അസ്വസ്ഥ ഉള്ളവർക്കും ഒക്കെ ഇത് നല്ലതാണ്. ഈ കായെ തീയൽ വെക്കാൻ അടിപൊളിയാണ്. ഇത് പഴം ഇങ്ങനെ പറിച്ച് തിന്നാം. കുറച്ചേ ഉള്ളു, എന്നാലും അത് തിന്നാൻ ഒരു ടേസ്റ്റ് എങ്ങനെയാന്ന് ചോദിച്ചാല് വലിയ മധുരവുമില്ല, എന്നാൽ വലിയ പുളിയുമില്ല. പഴുത്ത നോക്കി പറിക്കാമേ. എന്താ ഒരു പ്രത്യേകതര ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അല്ലാതെ വലിയ മധുരമൊന്നും പറയാൻ പറ്റില്ല. അത് തന്നെയല്ല, ഇതിനകത്ത് ഒരു 50 കുരു കാണും. അത്രയും ഉണ്ട് ഇതിനകത്ത് വിത്ത്. ഇതെല്ലാം എവിടെങ്കിലും ഒന്ന് പഴുത്ത് പൊട്ടിത്തെറിച്ച് വീണാൽ മതി. ഇഷ്ടം പോലെ തൈ നളിച്ച് കിട്ടും. ഓരോ വർഷം വെക്കെങ്കിലും ഇനി ഉണ്ടായി പഴുത്ത് മാത്രമേ പറിക്കുന്നത്. ഇപ്പൊ ഇനി നിൽക്കുന്ന എല്ലാം പച്ചയാ. എല്ലാ ചെടികളിലും പോയി ഒന്ന് നോക്കാമേ. ഈ ചീരയില എടുത്തത് നിങ്ങളെ ഞാൻ കാണിച്ചതാ. അപ്പൊ നോക്ക് എന്ത് പെട്ടെന്നാ പിന്നെയും കിളിച്ച് ഇത്രയും വന്നിരിക്കുന്നത്. ഇതിപ്പോ എടുക്കാറായി. ആയൊന്നും പഴുത്തതില്ല, എല്ലാം പച്ചയാ നിക്കുന്നേ. കൊലയായിട്ട് ഇനി പറിക്കാമേ. വേണ്ട, ഒരെണ്ണം ഞാൻ ആദ്യം ഇങ്ങ് പറിച്ചെടുത്തു, കമ്മല് പോലെ. ഇവിടെ ഒരു ചെടിയുണ്ട്, അതിൽ നോക്കാം. പറിച്ചതല്ല, നമുക്ക് ഇതിനകത്തോട്ടൊന്നും ഇടാൻ കേട്ടോ. വേണ്ട, 2-3 ഉണ്ട് ഇതേലെ. ചെറിയ ചെടിയാന്നേലും ഇഷ്ടം പോലെ കായ. പറിക്കാൻ ഇറങ്ങിയാൻ ഇടയ്ക്ക് ചീര നല്ല തളിർത്ത് നിൽക്കുന്ന അങ്ങ് മുറിച്ചേക്കാം. ഇനി ഇതിനു വേണ്ടി പിന്നെ ഒന്നുകൂടെ ഇറങ്ങി വരണ്ട, നാളെ തോരനാകുമല്ലോ. നല്ല തളിർത്ത് നിൽക്കുമല്ലേ, അപ്പം പിന്നെ കണ്ടിട്ട് പോകാനും മനസ്സില്ല. എളുപ്പമായിട്ട് പറിക്കണം, അപ്പോഴേ ഇതിന് രണ്ടും കൂടി അരിഞ്ഞ് തോരൻ വെക്കാൻ പറ്റുള്ളൂ. കായുള്ളതിലേക്ക് നിർത്തിയേക്കാം. ഇത് കണ്ടോ, അതിനിടയ്ക്ക് നിപ്പുണ്ടായിരുന്നു ഇത്രയും കൊലയായിട്ടുള്ള പഴം. പറിച്ച് തിന്നാൻ ഇറങ്ങിയതാ ഞാൻ. പക്ഷെ ഇത്രയും ചീര കണ്ടപ്പോ എങ്ങനെ പറിക്കാതെ വരുന്നത്? ഇത്രയും പഴം കിട്ടി. ഇതെല്ലാം ചീര പറിച്ചിട്ട് കമ്പ് ഇങ്ങനെ നിൽക്കും. അതേലുണ്ട് പഴുത്തത് ഇഷ്ടം പോലെ. അത് പറിക്കാൻ നമുക്ക് എവിടാ നോക്കാം. ഇത് കണ്ട, എല്ലാത്തേലും നല്ല പഴുത്താണെങ്കിൽ തൊടുമ്പോഴത്തേ നമുക്ക് പൊട്ടിപ്പോവാം. കുരുവെല്ലാം വെളി വരും. ഇതിൽ കണ്ടോ ഒത്തിരി എണ്ണം ഉണ്ട്. കണ്ടോ, കൊലയായിട്ടും അല്ലാതെ ഒക്കെ ഒത്തിരി ഉണ്ട്. ഉരുണ്ട് പോന്നു മണി പോലല്ലേ. ഇത്രയും കായും കൂടെ കിട്ടി. ഇതിലൊരു പച്ച അറിയാതെ പറിച്ചു പോയി. അതിന് തോരനകത്തിടാം. ചുക്കുടിക്കായ് പഴുത്ത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ആർക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് എവിടെങ്കിലും കിട്ടുന്നെങ്കിൽ കഴിക്കുക. കാരണം ഇത് ഞാൻ നാട്ടിലെ 2-3 പോയപ്പോ കണ്ടു. പക്ഷെ അവരാരും എടുക്കുന്നില്ല. ഇത് പറഞ്ഞപ്പം അയ്യോ ഇത് ഞങ്ങളൊന്നും എടുക്കുന്നേയില്ല. പിന്നെ ഞാൻ അവിടെ നിന്നപ്പം 2 ദിവസം ഇതെല്ലാം എടുത്ത് തോരൻ വെച്ച് തീയൽ വെച്ചെല്ലാം കാണിച്ചപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അവരിനി എപ്പോഴും എടുത്തോളാം. നാട്ടിൽ പിന്നെ എപ്പോഴും ഉണ്ടല്ലോ. ഞാനത്തെ പണിയപ്പോ ഇത് മുഴുവൻ തിന്നു തീർക്കണം. കമ്മല് പോലില്ലേ, ഇങ്ങനെ കൊലയോടെ തിന്നാം. മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന കേട്ടോ. പ്രത്യേക ടേസ്റ്റേ. ഇതാണ് മക്കളുടെ ഇന്നത്തെ വിശേഷം. അടുത്ത നല്ല വിശേഷമായിട്ട് വരാം കേട്ടോ മക്കളെ.